ഓഹരിലോകത്തേക്ക് സ്വാഗതം. നമുക്കിവിടെ ഏതൊരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ക്യാൻഡിൽ സ്റ്റിക്സിനെ കുറിച്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്നാണ് പറയാൻ പോകുന്നത്. തുടക്കക്കാരായിട്ടുള്ളവർക്ക് ഒരു ഓവറോൾ ഐഡിയ ഈ വീഡിയോ വഴി കിട്ടും. അതിനുശേഷം നാളെയും മറ്റന്നാളുമായി അപ്ലോഡ് ചെയ്യുന്ന ബാക്കി 2 ഭാഗങ്ങളിലായിട്ട് പലവിധ ക്യാൻഡിൽസിനെ കുറിച്ചും അതിന്റെ പ്രത്യേകതകളെ കുറിച്ചും ഏറ്റവും ലളിതമായി പറയാം. അപ്പോൾ നമുക്കറിയാം, ഒരു ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ ഏറ്റവും ബേസിക് ആയി വേണ്ടത് അല്ലെങ്കിൽ അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ആ ഒരു ഷെയറിന്റെ നമ്മൾ എടുക്കുന്ന ടൈം പീരീഡിലെ പ്രൈസ് മൂവ്മെന്റും അവിടെ ട്രേഡ് ചെയ്യപ്പെടുന്ന വോളിയവുമാണ്. ഈ 2 അടിസ്ഥാന കാര്യങ്ങളും സമയം മാറുന്നതിനനുസരിച്ച് മാറുന്നത് മനസ്സിലാക്കിയാണ് നമ്മൾ ആ ഒരു ഷെയർ ഭാവിയിലോട്ട് എങ്ങോട്ട് പോകുമെന്ന് അനലൈസ് ചെയ്ത് ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ബേസിക് ആയിട്ട് ഇതാണ് ഒരു പ്രൈസ് ചാർട്ട്. താഴെ എക്സ് ആക്സിസിൽ ഇവിടെ ടൈം ലൈൻ നമ്മൾ വരയ്ക്കും, മുകളിൽ വൈ ആക്സിസിൽ നമ്മൾ പ്രൈസും രേഖപ്പെടുത്തും. അപ്പോൾ ഈ ഒരു ചാർട്ടിൽ നമ്മൾ ഓരോ സമയത്തും പ്രൈസിന്റെ നീക്കങ്ങൾ രേഖപ്പെടുത്തി നമുക്കൊരു ചാർട്ട് കിട്ടും. അതിനെയാണ് പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് ചാർട്ട് അടയാളപ്പെടുത്താൻ പല മാർഗങ്ങളുണ്ട്. ഇതെല്ലാം ഓരോരോ മാർഗങ്ങളാണ്, ഇതിനെല്ലാം ഓരോരോ പേരുകളുമുണ്ട്. അതിലേക്ക് ഇപ്പോൾ കടന്ന് സമയം കളയുന്നില്ല. നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഏത് ആപ്പാണോ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ചാർട്ടുകളുടെ പേരുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രൈസ് അടയാളപ്പെടുത്തുന്ന മാർഗങ്ങളിൽ ഏറ്റവും പോപ്പുലർ ആയ ഒരു രീതിയാണ് ക്യാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഷെയറിന്റെ വില നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഫോമിൽ നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നു. അതുവഴി നമുക്കൊരു ചാർട്ട് കിട്ടുന്നു. ഇതിനെ അനലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ട്രേഡേഴ്സ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്. ഇത് ഇത്ര പോപ്പുലർ ആവാൻ കാരണം ഇന്നോളം വെച്ചുള്ളതിൽ ഏറ്റവും കൃത്യതയോടെ പ്രൈസിനെ അനലൈസ് ചെയ്യാനുള്ള മാർഗമാണ് ഈ ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഈ ക്യാൻഡിൽസിനെ വ്യക്തമായി മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്കും ഓരോ ഷെയറിനെയും അനലൈസ് ചെയ്ത് ട്രേഡ്സ് എടുത്ത് പൈസ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം 2 തരം ക്യാൻഡിൽസ് ആണ് ഉള്ളത്, റെഡ് ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിലും. അപ്പോൾ ഈ കളേഴ്സിനെ കുറിച്ചും ഓരോ ക്യാൻഡിൽ ഉപയോഗിക്കുന്ന ടേംസിനെ കുറിച്ചും നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ബേസിക്കലി ഓരോ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സമയത്ത് നടന്ന പ്രൈസിന്റെ മൂവ്മെന്റിനെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ പറയും 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ ആ 5 മിനിറ്റിനുള്ളിൽ അവിടെ സംഭവിച്ച ഒരു പ്രൈസ് മുകളിലോട്ടും താഴ്ത്തോട്ടുമുള്ള ഒരു മൂവ്മെന്റ്, അതിന്റെ ഒരു സമ്മാണ് നമ്മൾ ഈ ഒരു 5 മിനിറ്റിലെ ക്യാൻഡിൽ കാണിക്കുന്നത്. എന്നാൽ 1 ഡേ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പ്രൈസ് മൂവ്മെന്റ് ആണ് ഒരു ക്യാൻഡിൽ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് 1 മിനിറ്റിന്റെ, 5 മിനിറ്റിന്റെ, അല്ലെങ്കിൽ 30 മിനിറ്റ്, 1 മണിക്കൂർ, ഒരു ദിവസത്തെ, വീക്കിലി, മന്ത്ലി, ഇങ്ങനെ പല തരത്തിലുള്ള നമുക്ക് ക്യാൻഡിൽസ് ഉണ്ട്. അതിനെല്ലാം ഓരോരോ ഉപയോഗങ്ങളുമുണ്ട്. എന്ന് വെച്ചാൽ ഏറ്റവും ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്നവര് ഏറ്റവും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ക്യാൻഡിൽസിന്റെയും ടൈം പീരീഡ് കൂടുതലുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഒരു ക്യാൻഡിൽ എന്ന് വെച്ചാൽ എന്താന്ന് നോക്കാം. അതായത് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. ഇതിനെ ഇത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു അപ്പർ പോർഷൻ, പിന്നെ ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരു ഭാഗം, ഇവിടെ ഒരെണ്ണം. അപ്പോൾ നമ്മൾ ഈ കളേർഡ് ആയിട്ട് കാണുന്ന ഒരു ഇത്രയും ഭാഗത്തെ അതിന്റെ മെയിൻ ബോഡി എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഭാഗമാണ് ഇതിന്റെ ഒരു ക്യാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ ഇത്രയാണ് ഇതിന്റെ ബോഡി എന്ന് പറയുന്നത്. അതുപോലെ ഈ ബോഡിയുടെ അപ്പർ ഭാഗത്ത് നിന്ന് ഇത്രയും ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ അപ്പർ ഷാഡോ എന്ന് പറയും. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ അപ്പർ വിക്ക് എന്ന് വിളിക്കും. വിക്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ തിരി ഉണ്ടല്ലോ, നമ്മുടെ ഒരു മെഴുകുതിരിയുടെ അല്ലെങ്കിൽ ഒരു ക്യാൻഡിലിന്റെ മുകളിലത്തെ ഒരു തിരി ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ വിക്ക് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അപ്പർ ഷാഡോ എന്ന് വിളിക്കും. അതുപോലെ തന്നെ അതിന്റെ താഴത്തെ ഒരു ഭാഗത്തെ, ഈ ഒരു ഭാഗത്തെ നമ്മൾ ഇതിന്റെ ലോവർ ഷാഡോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ലോവർ വിക്ക് എന്ന് വിളിക്കും. അതായത് ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗത്തിനെ നമ്മൾ അതിന്റെ താഴത്തെ വിക്ക് അല്ലെങ്കിൽ അതിന്റെ താഴെ ഭാഗത്തെ ഒരു തിരി എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിൽ ഒരു മെയിൻ ഒരു ബോഡി ഉണ്ടാവും, താഴെ ഒരു വിക്ക് ഉണ്ടാവും, മുകളിൽ ഒരു വിക്ക് ഉണ്ടാവും. ഇത് എല്ലാ ക്യാൻഡിലും കാണാൻ നിർബന്ധമില്ല. ഈ താഴ്ഭാഗം മുകൾ ഭാഗവും എല്ലാ ക്യാൻഡിലും കാണണമെന്നില്ല. എന്നാൽ ചില ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ബോഡി ഭാഗം കാണണമെന്നില്ല. ചിലപ്പോൾ ഒരു വിക്ക് അല്ലെങ്കിൽ നീളത്തിൽ ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്താ സംഭവം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യുന്നതെന്ന് അറിയണം. അതിനുവേണ്ടി നമുക്കൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഒരു 100 രൂപയിൽ ആ ഒരു സ്റ്റോക്ക് ഒരു 5 മിനിറ്റിന്റെ ഒരു ട്രേഡ് എടുക്കാം. അപ്പോൾ 5 മിനിറ്റിന്റെ തുടക്കത്തിൽ അത് 100 രൂപയിൽ അത് ഓപ്പൺ ചെയ്തു. അതിനുശേഷം അത് പല രീതിയിൽ മൂവ് ചെയ്തു. ഓക്കെ, മുകളിലേക്കും താഴേക്കും എല്ലാം പല രീതിയിൽ മുകളിൽ താഴേക്കെല്ലാം പോയി, ഇടയ്ക്ക് ഈ ഒരു റേഞ്ചിലെല്ലാം പോയി. ഓക്കെ, ഇവിടെയാണ് അത് ക്ലോസ് ചെയ്തത്. അവസാനം അത് ക്ലോസ് ചെയ്ത് ഏകദേശം ഒരു 110 രൂപയിൽ അത് ക്ലോസ് ചെയ്തെന്ന് കൂട്ടാം. അപ്പൊ ഇങ്ങനെ പോയപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ കാണുന്ന ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, ഇതിൽ ഏറ്റവും താഴത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് 90 രൂപ ഏറ്റവും താഴെ വന്നു.
ഏറ്റവും മുകളിൽ പോയത് ഈ ഒരു റേഞ്ച് 5 മിനിറ്റിനുള്ളിൽ, ഇത് മൊത്തം 5 മിനിറ്റ് ആണ്. ഈ ഒരു 5 മിനിറ്റിനുള്ളിൽ ഏറ്റവും മുകളിൽ പോയ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണെന്ന് പറയാം, 120 ആണെന്ന് പറയാം. അപ്പൊ ഇത് നമുക്ക് മെയിൻ ലെവൽസ്, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത പ്രൈസ് 100 രൂപയാണ്, ക്ലോസ് ചെയ്ത പ്രൈസ് 110 രൂപയാണ്. ഇതിൽ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നത് 90 ആണ്, ഏറ്റവും ഹയസ്റ്റ് വന്നത് 120 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരെ ഈ ഒരു ഒറ്റ ക്യാൻഡിൽ സ്റ്റിക്കിലോട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 100 ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഒരു ഓപ്പണിംഗ് പ്രൈസ് ആണ് ഇവിടെ 100 രൂപ. ഇതിന്റെ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ 110 രൂപ നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെയാണ് ഈ 110 എന്ന് പറയുന്നതാണ് ഈ ഒരു ക്ലോസിംഗ് പ്രൈസ്. പിന്നെ വന്നിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 120 അല്ലെ. ഈ ഒരു 120 ആണ് നമ്മൾ ഇവിടെ കാണുന്നത്, ഈ ഒരു വിക്കിന്റെ ഹയസ്റ്റ്. പിന്നെ ഇതിന്റെ ലോവസ്റ്റ് അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രേഡിംഗ് പീരീഡിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നതാണ് ഈ ഒരു 90 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ വിക്ക് നോക്കിയാൽ ഇതിനകത്ത് 4 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതായത് ഒരു സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, പിന്നെ ആ ഒരു പീരീഡിലെ ഏറ്റവും ഹയസ്റ്റ് വന്ന ഒരു പ്രൈസ്, ഏറ്റവും ലോവസ്റ്റ് വന്ന ഒരു പ്രൈസ്. ഈ 4 കാര്യങ്ങളാണ് ഈ ഓരോ ക്യാൻഡിലും നമുക്ക് മനസ്സിലാവുന്നത്. അതായത് നോക്കിയാല് നമുക്ക് ഇങ്ങനെ ഒരു ക്യാൻഡിൽ വരച്ചാല് അതിന്റെ 4 കാര്യങ്ങൾ, അതായത് 4 പോയിന്റ്സ് എന്ന് പറയുന്നത് ഇത് അതിന്റെ ഓപ്പണിംഗ് പ്രൈസ്, ഇത് അതിന്റെ ക്ലോസിംഗ് പ്രൈസ്, ഇത് അതിന്റെ ഹയസ്റ്റ് പ്രൈസ്, ഇത് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്. അതായത് OLHC എന്ന് പറയുന്ന നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ കണ്ടിട്ടുണ്ടാവും. ഓപ്പണിംഗ് പ്രൈസ്, ഏറ്റവും ലോവസ്റ്റ്, ഹയസ്റ്റ് ആൻഡ് ക്ലോസിംഗ് പ്രൈസ്. അതായത് നമ്മൾ ഓരോ എടുക്കുന്ന ടൈം പീരീഡിലും, ഇതിപ്പോ നമ്മൾ എടുക്കുന്ന ക്യാൻഡില് 5 മിനിറ്റിന്റെ ക്യാൻഡിൽ ആണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു പ്രൈസസ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏതൊരു ടൈം ഫ്രെയിമിലാണ്, ഇതൊരു വൺ ഡേ ക്യാൻഡിൽ ആണെങ്കിൽ ആ ഒരു ദിവസത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന അതിന്റെ ഓപ്പണിംഗ് പ്രൈസ്, ക്ലോസിംഗ് പ്രൈസ്, ഹയസ്റ്റ്, ലോവസ്റ്റ് ആണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ അല്ലെ, ഇവിടെ എല്ലാം ഇത് ഗ്രീൻ ആണ്, റെഡ് ഇതെല്ലാം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് പ്രൈസിനേക്കാളും മുകളിലാണെങ്കിലാണ് ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആകുന്നത്. എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം 100 രൂപയിലാണ്, ക്ലോസ് ചെയ്തിരിക്കുന്നത് 110-ലാണ്. അപ്പോൾ ഇതൊരു ഗ്രീൻ ക്യാൻഡിൽ ആയിരിക്കും. അതുപോലെ തന്നെ നേരെ തിരിച്ച് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഓപ്പൺ ചെയ്തത് 110-ലാണ് ഇത് ഓപ്പൺ ചെയ്തത്, എന്നിട്ട് ക്ലോസ് ചെയ്തത് 100-ലാണെങ്കിൽ ഇതൊരു റെഡ് ക്യാൻഡിൽ ആയിരിക്കും. ഇവിടെയാണ് ക്ലോസിംഗ് പ്രൈസ്. അപ്പൊ ഇത് ഓപ്പണിംഗ് പ്രൈസ് ഇതാണ്, ക്ലോസിംഗ് പ്രൈസ് ഇതാണ്. എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ആ ഒരു പീരീഡിൽ ഒരു 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 110 അത് ഓപ്പൺ ചെയ്ത പല രീതിയിൽ ട്രേഡ് ഒക്കെ ചെയ്ത് 120 വരെ വന്നു. അതിനുശേഷം അത് താഴേക്ക് ട്രേഡ് ചെയ്തിട്ട് 90 വരെ താഴേക്ക് വന്നു. അവസാനം അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 100 രൂപയിലാണെങ്കിൽ ഇതാണ് അതിന്റെ ക്ലോസിംഗ് പ്രൈസ്, ഇതാണ് ഓപ്പണിംഗ് പ്രൈസ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ആണെങ്കിൽ അത് റെഡ് ക്യാൻഡിൽ ആയിരിക്കും. അഥവാ ക്ലോസിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് പ്രൈസിന്റെ താഴെയാണെങ്കിൽ. ഇവിടെ നോക്കിയാൽ മതി, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് നമുക്ക് മനസ്സിലാവും, ക്ലോസിംഗ് പ്രൈസ് മനസ്സിലാവും, അതിന്റെ ഏറ്റവും ഹയസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും, ലോവസ്റ്റ് വന്നിരിക്കുന്നത് മനസ്സിലാവും. എല്ലാ ക്യാൻഡിലും, ഇത് ഏതൊരു ക്യാൻഡിൽ നോക്കിയാലും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ്. ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഈ ബോഡിയുടെ മുകൾ ഭാഗമായിരിക്കും ഓപ്പണിംഗ് പ്രൈസ്, ഈ ബോഡിയുടെ താഴ്ഭാഗമായിരിക്കും ക്ലോസിംഗ് പ്രൈസ്. ഈ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ, ഇതിപ്പോ വൺ ഡേ ക്യാൻഡിൽസ് ആണ്, ഇതെല്ലാം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർ മാർക്കിൽ നോക്കിയാൽ മതി, NMDCയുടെ വൺ ഡേ ക്യാൻഡിൽസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഈ ഒരു ക്യാൻഡിൽ അന്നത്തെ ദിവസത്തിലെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും, ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും. അത് ഏതൊരു ദിവസത്തെ, ഇവിടെ ഈ ഗ്രീൻ ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത പ്രൈസ് ഇതാണ്, ക്ലോസ് ചെയ്ത പ്രൈസ് ഇതാണ്, അതിന്റെ ഏറ്റവും ഹയസ്റ്റ്, അന്നത്തെ ദിവസത്തെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. പിന്നെ ഈ ഒരു ക്യാൻഡിലിന്റെ ഏറ്റവും ലോവസ്റ്റ്, വിക്കിന്റെ ഏറ്റവും ലോ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓരോ ക്യാൻഡിലിനും നമുക്ക് 4 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. OLHC അഥവാ ഓപ്പണിംഗ് പ്രൈസ്, ഏറ്റവും ലോവസ്റ്റ് പ്രൈസ്, ഹയസ്റ്റ്, പിന്നെ ക്ലോസിംഗ് പ്രൈസ്. ഈ ഒരു 4 കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വഴി, അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലും ഓരോ രീതിയിലായിരിക്കും. നമ്മൾ പറയാം ചില ക്യാൻഡിലിൽ ചിലപ്പോൾ ബോഡി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ, അതായത് അതിനൊരു വിക്ക് താഴത്തോട്ട് ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസും അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസും സെയിം തന്നെ ലെവലിലാണ്, പിന്നെ അത് മുകളിൽ. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ട്രേഡ് നമ്മൾ കണ്ടാൽ എങ്ങനെയായിരിക്കും? ഇവിടുന്ന് ഒരു ട്രേഡ് തുടങ്ങി, അത് പ്രൈസ് തുടങ്ങി ഇങ്ങനെ മൂവ് ചെയ്തു, ഇവിടം വരെ വന്നു, ഇതിനുള്ളിൽ തന്നെ നിന്ന് അവസാനം ക്ലോസ് ചെയ്തിരിക്കുന്നതും ഈ ഒരു ലെവലിൽ തന്നെയാണെന്ന് കൂട്ടിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന എന്താണ്? ഇതിന്റെ ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്, ഇതിന്റെ ക്ലോസിംഗ് പ്രൈസും ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടും ഒരേ ലെവലിലായിരിക്കും. ഇങ്ങനത്തെ ക്യാൻഡിൽസ് നിങ്ങൾ നോക്കിയാൽ ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ചിലതിന് ഒരു താഴത്തോട്ട് ഒരു വിക്ക് മാത്രം ഉണ്ടാവും, താഴത്തോട്ട് ഒരു ഭാഗത്തോട്ട് മാത്രം ഉണ്ടാവും,
അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ പ്രൈസ് മൂവ്മെന്റിൽ ഇടയ്ക്ക് ഇത്രയും താഴത്തോട്ട് വന്നു, പിന്നെ മുകളിൽ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ഈ ഒരു ലോവസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഇവിടം വരെ വന്നു, ഈ ഒരു ലോ എന്ന് പറയുന്നത് ഇവിടം വരെ വന്നു. ഇവിടുത്തെ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഇപ്പോൾ ഓപ്പണിംഗ് ഇവിടെയാണ്, ഇതിന്റെ ഓപ്പണിംഗ് ഈ റെഡ് ക്യാൻഡലിന്റെ ഓപ്പണിംഗ് ഇവിടെയാണ്, ക്ലോസിംഗ് ഇവിടെയാണ്. അതിന്റെ ഒരു ലോവസ്റ്റ് പ്രൈസ് ഇവിടം വരെ വന്നിട്ടുണ്ട്, ഇത് നമുക്ക് ലോവസ്റ്റ് പ്രൈസ് ഉണ്ട്. പക്ഷെ ഹയസ്റ്റും ഓപ്പണിംഗ് എന്ന് പറയുന്നത് രണ്ടും ഇവിടെ തന്നെയാണ്, കാരണം ഇതിന് മുകളിൽ ഇവിടെ ഒരു വിക്ക് ഇല്ല. അതുപോലെ തന്നെ ചില ക്യാൻഡിൽസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഇങ്ങനെ ഒരു ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഇങ്ങനെ ഒരു ബാർ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ ഒരു ബോഡി ഉണ്ടാവില്ല. കാരണം ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ ഒരു ഓപ്പണിങ്ങും ക്ലോസിംഗും ഒരു സെയിം ലെവലിൽ തന്നെ ആകുമ്പോഴാണ് ഇങ്ങനെ ഒരു ലൈൻ വരുന്നത്. അതിന് ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഉണ്ടാവും അന്നത്തെ ദിവസം, ഏറ്റവും ഹയസ്റ്റ് പോയിന്റും ഉണ്ടാവും. പക്ഷെ ഓപ്പണിംഗും ക്ലോസിംഗും സെയിം ലെവലിൽ തന്നെ ആകുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരുന്നത്. അപ്പൊ ഈ ഓരോ ക്യാൻഡിലിനും ഓരോ പേരുകളുമുണ്ട്, അതിന് ഓരോ പ്രത്യേകതകളുമുണ്ട്. ഈ ഓരോ ക്യാൻഡിലും പറയുന്ന ഓരോ കഥകളാണ്. നമുക്ക് അതിന്റെ ഒരു സിംഗിൾ ക്യാൻഡിലായിട്ട് എടുക്കാം, ചിലത് നമുക്കൊരു 2 ക്യാൻഡിലിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് എടുക്കാം. ഇതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് നല്ലൊരു ട്രേഡ് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഓരോ ക്യാൻഡിലും സിംഗിൾ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ഡബിൾ ക്യാൻഡിൽസ്, ട്രിപ്പിൾ ക്യാൻഡിൽസ്, ഇതൊക്കെ എന്താണ് പറയുന്നത് എന്നാണ് നമ്മൾ വരുന്ന വീഡിയോകളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ലൈക്ക് ചെയ്തോ അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു വെരി മച്ച്.